നമസ്കാരം. ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാർസലോണ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബാർസ ഫാൻസ് നമ്മൾ ലൂക്കാസ് ബെർഗ്വാളിൻ്റെ കാര്യം അറിഞ്ഞു കാണുമല്ലോ. ലൂക്കാസ് ബെർഗ്വാൾ ബാർസലോണയെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ടോട്ടനാമിൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. ഡച്ച് ഗാർഡൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാർസലോണ ചെയ്ത ഒരു ഓഫർ 6.5 മില്യൺ ഗ്യാരണ്ടീഡ് പ്ലസ് 3.5 മില്യൺ ആഡ് ഓൺസ് ഉൾപ്പെടെ 10 മില്യൻ്റെ ടോട്ടൽ പാക്കേജിനാണ് ബെർഗ്വാളിന് മുമ്പിൽ ബാർസലോണ വെച്ച ഓഫർ ഫോർ ദ ക്ലബ്. അതേ സമയത്ത് ടോട്ടനാമിൻ്റെ പ്രപ്പോസൽ 10 മില്യൺ ഗ്യാരണ്ടീഡ് പ്ലസ് ആഡ് ഓൺസ്. അതിനകത്ത് തന്നെ ബാർസലോണ ആഡ് ഓൺസ് ഉൾപ്പെടെ 10 മില്യൺ വരുമ്പോൾ അപ്പുറത്ത് 10 മില്യൺ ഗ്യാരണ്ടീഡ് കിട്ടും. കൂടാതെ ആഡ് ഓൺസ് ഉൾപ്പെടെ 15 മില്യൺ വരെ പോകും എന്ന ഡീലാണ് നിൽക്കുന്നത്. അതിനകത്ത് തന്നെ ഡച്ച് ഗാർഡൻസ് എന്തുകൊണ്ടും ബാർസലോണയുടെ പ്രപ്പോസലിനേക്കാളും പ്രയോറിറ്റി കൊടുക്കുക ടോട്ടനാമിനാണ്. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പിന്നെ പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. പ്ലെയറിന് നമുക്കറിയാം സാവിയാണ് ഇപ്പോഴത്തെ ബാർസലോണ കോച്ച്. മേ ബി സാവിയായിട്ടായിരിക്കും അദ്ദേഹം കൂടുതൽ സംസാരിക്കുക. ബാർസലോണയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാലും സാവിയായിട്ട് അദ്ദേഹം ടോക്ക് ചെയ്ത് സാവി മേ ബി ഗ്യാരണ്ടീഡായിട്ട് മിനിറ്റ്സ് ഫസ്റ്റ് ടീമിലോട്ട് പ്രൊമോട്ട് ചെയ്ത് മിനിറ്റ്സ് കൊടുക്കുമെന്ന് വേണം ഗ്യാരണ്ടി കൊടുത്താണ്. പക്ഷേ അടുത്ത വരുന്ന കോച്ചിൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന പ്ലെയർ ബെർഗ്വാൾ ആവണമെന്നില്ല. അടുത്ത ഇപ്പോൾ ഹാൻസി ഫ്ലിക്കാണോ തോമസ് ടുച്ചറാണോ ഇവർക്ക് ബെർഗ്വാളിനെ താല്പര്യമുള്ള പ്ലെയർ ആണോ എന്ന് നമുക്കറിയത്തില്ല. അതിനകത്ത് തന്നെ ബെർഗ്വാളിന് ഒരു ഗ്യാരണ്ടിയും കാണത്തില്ല ഫസ്റ്റ് ടീമിലോട്ട് എന്നെ ഉടനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് ടോട്ടനാമിന് പോസ്റ്റിനോഗുളും ആയിരിക്കും നെക്സ്റ്റ് സീസണോട് കോച്ച്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ബാർസലോണ ഓഫർ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു സാലറി ടോട്ടനാം പ്രപ്പോസൽ കൊടുത്ത് കാണും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് നല്ലൊരു കമ്മീഷൻ ഓഫർ ചെയ്താണ് 100% ഉറപ്പാണ്. പിന്നെ നമ്മൾ കണ്ടു കുളിസെസ്കി, അതിൻ്റെ സ്വീഡിഷ് ഇൻ്റർനാഷണലായ കുളിസെസ്കി ആണെങ്കിൽ അദ്ദേഹത്തെ ടോട്ടനാമിൽ വിളിച്ചുകൊണ്ടുപോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തുന്നു. പോസ്റ്റിനോഗുളു ആൻഡ് ആസ് എ കോച്ച് ബെർഗ്വാളിന് എന്തുകൊണ്ടും സ്യൂട്ട് ആവുന്ന ഒരു കോച്ചാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ടോട്ടനാമിൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കും. ഒരു 3-4 വർഷം മുമ്പ് വരെ ആയിരുന്നെങ്കിൽ ബാർസലോണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് ടോട്ടനാമൊന്നും ബാർസലോണയെ മുട്ടി നിൽക്കത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. ഒന്ന് കോച്ചിൻ്റെ കാര്യത്തിൽ ഇൻസ്റ്റബിലിറ്റി, പിന്നെ സാലറി ഒരു ഫാക്ടറാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ ഒരു എത്ര ഇഷ്ടമുള്ള ക്ലബ്ബാണെന്ന് പറഞ്ഞാലും ഗൂളറിൻ്റെ സിറ്റുവേഷൻ കണ്ടു. ഗൂളറിന് ബെറ്റർ സാലറി എന്നപ്പോൾ അദ്ദേഹം റയൽ മാഡ്രിഡിലോട്ട് പോയി. അദ്ദേഹം ബാർസയുടെ വലിയ ആരാധകനാണ് അതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ബെർഗ്വാളിൻ്റെ കാര്യം നോക്ക്. ബെർഗ്വാൾ ബാർസ ഫാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ടോട്ടനാമിലോട്ട് പോയി. കാരണം ബെറ്റർ സാലറി ഇവിടെ കൊടുക്കുന്ന അങ്ങോട്ട് പ്ലേയേഴ്സ് പോകും. ഇപ്പം നൊസ്റ്റാളജി ഇതൊന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ഫാക്റ്റാണ്. എവിടെ കൂടുതൽ സാലറി കിട്ടുന്ന എല്ലാവരും വിക്ടർ റോക്ക് ആവണമെന്നില്ല, അങ്ങോട്ട് മാറും. കൂടാതെ നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്. അടുത്ത കോച്ച് ആരാണെന്ന് നമുക്കറിയത്തില്ല. അതേ സമയത്ത് അവിടെ പോസ്റ്റിനോഗിൾ തന്നെയാണ് കോച്ച്. ഗ്യാരണ്ടീഡായിട്ട് മിനിറ്റ്സ് പോസ്റ്റിനോഗിൾ പറഞ്ഞു കാണും. പ്ലെയർ അത് അക്സെപ്റ്റ് ചെയ്തു. ബെർഗ്വാളിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ബെർഗ്വാളിനെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കുറ്റവും ബെർഗ്വാളിൽ കാണുന്നില്ല. നമ്മുടെ ഫിലോസഫി ബാർസലോണ ക്ലബ്ബ് റിജക്റ്റ് ചെയ്തൊരു പ്ലെയർ നമ്മൾ ഇനി അവൻ്റെ എന്നെ അഹങ്കാരമാണ് കാണിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഫാക്റ്റാണ്. നമ്മൾ എത്ര നാൾ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്, നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയാണെന്ന് പറഞ്ഞാലും നമ്മളെക്കാളും നല്ലൊരു പ്രപ്പോസൽ വേറൊരു കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഈവൻ നമ്മൾ കംഫർട്ടബിൾ ആയ ഒരു എൻവയോൺമെൻറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ 2 ഇരട്ടി സാലറി വേറൊരു കമ്പനി ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ ചാടത്തില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട് ആളുകൾ വിടുന്നത് എന്തുകൊണ്ടാണ്? ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ബെറ്റർ സാലറി അവർ ഓഫർ ചെയ്ത് അങ്ങോട്ട് പോയി. ബെർഗ്വാളിനെ ആരും കുറ്റം പറഞ്ഞുകൊണ്ട് വരാതെ ചെക്കാൻ എടുത്തു. മേ ബി ഇൻ ഫ്യൂച്ചർ ബാർസലോണോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വരുത്തുക, അത്രേ ഉള്ളൂ. നമ്മൾ വലിയ ഫിലോസഫി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്താണ് എനിക്ക് പറയാനായിട്ടുള്ളത് ജെക്കോനെ കുറിച്ചാണ്. ജെക്കോയുടെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഈസ് ഹി ദ റൈറ്റ് മാൻ എന്നൊരു ചോദ്യം ഇപ്പം വരുന്നുണ്ട്. ജെക്കോ അദ്ദേഹത്തിൻ്റെ കുറേ ഫേവറേറ്റ്സിനെ ബാർസലോണയിൽ സജസ്റ്റ് ചെയ്യുന്നു. ഗൂളറിനെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പം ബെർഗ്വാൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അൽമേനിയുടെ കാര്യം നമുക്കറിയാം. അൽമേനി കാര്യങ്ങൾ വളരെ സീക്രട്ടായിട്ട് നടത്തിയിരുന്നു. ഇപ്പോൾ റഫീനയുടെ കാര്യമാണെങ്കിലും കുണ്ടയുടെ ഡീലാണെങ്കിലും ക്രിസ്ത്യൻസൻ്റെ ഡീലാണെങ്കിലും ഗുണ്ടകൻ്റെ ഡീൽ പുൾ ഓഫ് ചെയ്യുന്നതിൻ്റെ ആണെങ്കിലും അൽമേനി വളരെ കാര്യമായിട്ട് സീക്രട്ട്ലി കാര്യങ്ങൾ നീക്കിയിരുന്നു. കൂടാതെ കാര്യങ്ങൾ നടന്നതിന് ശേഷം മേ ബി ബാർസലോണയിലോട്ട് താരം വരുന്നതിനേക്കാളും സാധ്യത മറ്റ് ക്ലബിലോട്ടാണ് എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ കാര്യം അവസാനത്തോടെ എടുക്കുമ്പോൾ അൽമേനി കാര്യം പുൾ ഓഫ് ചെയ്തു. അതേസമയത്ത് ജെക്കോ നേരെ തിരിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു കാര്യവും മേ ബി ഒരു 40% അഥവാ ഒന്ന് ടോക്കിംഗ് സ്റ്റേജിലാവുമ്പം തന്നെ ബാർസലോണ മുന്നോട്ട് പോകുന്നു, എല്ലാ കാര്യങ്ങളും ജെക്കോ നീക്കുന്നു എന്നുള്ള രീതിയിൽ തള്ളു വരുന്നുണ്ട്. അത് മേ ബി ഇങ്ങേറെ ടീം തള്ളിവിടുന്ന PR വർക്കാണോ, മീഡിയാസിന് കൊടുക്കുന്ന ന്യൂസാണോ, അതോ മീഡിയാസിന് എവിടെ നിന്നാണ് ന്യൂസ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. മേ ബി ജെക്കോയുടെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ആൾക്കൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല. എന്താണേലും ബാർസലോണ ഫൈനാൻഷ്യലി ഇത്ര മോശം സിറ്റുവേഷൻ നിൽക്കും. നമ്മൾ ഫൈനാൻഷ്യലി മോശമായിട്ട് നിൽക്കുമ്പം നമ്മൾ മാക്സിമം സീക്രട്ടായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. കാരണം മറ്റൊരു ക്ലബിനോട്ട് ഇൻട്രസ്റ്റ് വരുത്താതിരിക്കുക. പ്ലെയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തള്ളി മേ ബി ഇത്രയും ചീപ്പായിട്ട് ബാർസലോണ കാര്യങ്ങൾ നടത്തുവാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നോക്കിക്കൂടാ എന്ന ക്ലബിനെ ചിന്തിപ്പിക്കരുത്. വളരെ സീക്രട്ടായിട്ട് കാര്യങ്ങൾ നിൽക്കുക. അൽമേനിയൊക്കെ ചെയ്ത പോലെ. ബട്ട് ജെക്കോയുടെ കാര്യത്തിൽ കുറച്ച് പബ്ലിസിറ്റി ആൾ കൂടുതൽ ആഗ്രഹിക്കുന്നുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കൂടാതെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഗൂളർ ഡീലാണെങ്കിലും ബെർഗ്വാൾ ഡീലും കയ്യിൽ നിന്ന് പോയത് ഡെഫിനറ്റ്ലി ജെക്കോയ്ക്കൊരു നാണക്കേട് തന്നെയാണ്. കൂടാതെ ജെക്കോയുടെ
പല ഇൻഡിവിജ്വലി അദ്ദേഹം പലരെയും ഫേവർ ചെയ്യുന്നുണ്ട്. പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കോച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞ ന്യൂസുകൾ വരുന്നുണ്ട്. സോ ബെറ്ററായിട്ട് തിങ്ക് ചെയ്ത് ജക്കോ ഇഫ് ഹീ ഈസ് മേക്കിംഗ് എ റോങ് ചോയ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ലപ്പോട്ട ഇടപെടണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. സോ ജക്കോയ്ക്ക് ഫുൾ പവർ കൊടുക്കുന്നത് ഇറ്റ്സ് എ റിസ്കി ബിസിനസ് എന്നാണ് ഈ ഒരു സീസണിൻ്റെ ഇതുവരെയുള്ള നടത്തിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അവിടെ നിന്ന് നേരെ അവസാനമായിട്ട് പറയാനായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് ആൻഡ് ലപ്പോട്ട സിറ്റുവേഷനെ കുറിച്ചാണ്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ബൈൽഡിൽ നിന്നാണേലും ക്രിസ്ത്യൻ ഫോക്കിൽ നിന്ന് എൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ പ്രകാരം ബാർസലോണ ഹാൻസി ഫ്ലിക്കുമായിട്ട് ലപ്പോട്ട കോൺടാക്ട് ചെയ്തു എന്നാണ് ക്രിസ്ത്യൻ ഫോക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ബയൺ മ്യൂണിക് റിലേറ്റഡ് ന്യൂസിൽ വളരെ റിലയബിൾ ആയ ഒരു ജേർണലിസ്റ്റാണ് പുള്ളി. സോ ഹാൻസി ഫ്ലിക്കുമായിട്ടൊക്കെ കാര്യത്തിലൊക്കെ റിലയബിൾ ആണ് തോന്നുന്നു പുള്ളിയുടെ റിപ്പോർട്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 സാവിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ലപ്പോട്ട ഇലക്ഷൻസിനും മറ്റുമൊക്കെ വിൻ ചെയ്ത് വന്നപ്പം അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്ലാനായിട്ട് പറയുന്നത് ഹിസ് ഡ്രീം വാസ് ടു ബ്രിങ് എ ജർമ്മൻ കോച്ച് ആൻഡ് കേട്ടോണ്ടിരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പോർട്ടിംഗ് ഡയറക്ടറും മറ്റുമൊക്കെ ആയിട്ട് റാൾഫ് റാഗ്നിക്കിനെയും സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് കൊണ്ടുവരാനും, കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജർമ്മൻ കോച്ചായ ഹാൻസി ഫ്ലിക്കിനെ അന്ന് കോച്ചായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്നായിരുന്നു കേട്ടത് ലപ്പോട്ടയുടെ. പക്ഷേ രണ്ടും പോസിബിൾ ആയില്ല. എസ്പെഷ്യലി ഹാൻസി ഫ്ലിക്ക് അവസാനം ബാർസലോണ പ്രപ്പോസലിൽ കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ജർമ്മൻ നാഷണൽ ടീം ജോബിലോട്ട് പോകുന്നു. പിന്നീട് അദ്ദേഹത്തിന് നാഗൽസ്മാനിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സോ ഈ ലപ്പോട്ടയ്ക്ക് ജർമ്മൻ ആ ഒരു സിസ്റ്റത്തോട് കൂടുതൽ ഇഷ്ടമാണെന്നും സോ ഒരു ജർമ്മൻ കോച്ചിൽ അദ്ദേഹത്തിന് വന്ന സമയത്ത് ഇൻട്രസ്റ്റ് കാണിച്ചതിനാൽ തന്നെ ഹാൻസി ഫ്ലിക്ക് എന്തുകൊണ്ട് അദ്ദേഹം വീണ്ടും നോക്കുന്നു എന്നുള്ളത് ക്ലിയർലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. നമുക്ക് നോക്കാം ബാർസലോണ എന്താവുന്നത്. എന്തായാലും ഈ ക്രിസ്ത്യൻ ഫോക്കിൻ്റെയൊക്കെ ബൈൽഡും ഒക്കെ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഐ തിങ്ക് ഹാൻസി ഫ്ലിക്ക് ആണ് ചൂസൺ വണ്ണെന്ന് തോന്നുന്നു. ക്ലോപ്പ് പോസിബിൾ അല്ല, അത് ഓൾമോസ്റ്റ് ഷുവറാണ്. ക്ലോപ്പിൻ്റെ കാര്യം ക്ലോപ്പ് അടുത്ത വർഷം കിട്ടാനായിട്ട് യാതൊരു സാധ്യതയില്ല. സോ ബാർസലോണയ്ക്ക് വെയിറ്റിംഗ് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. കൂടാതെ ഹാൻസി ഫ്ലിക്കിൻ്റെ കാര്യം വരുമ്പം അദ്ദേഹത്തിന് നെക്സ്റ്റ് ഒരു എന്നാ പറയുക കരിയറിലെ ഒരു ബിഗ് മൂവ് ആണ്. കാരണം അദ്ദേഹം നമുക്കറിയാം കുറേ നാൾ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്നു. ബയൺ മ്യൂണിക്കിലോട്ട് അദ്ദേഹം നീങ്ങി. ബയൺ മ്യൂണിക്ക് വളരെ സക്സസ് ആയിരുന്നു. പക്ഷേ തൊട്ടടുത്ത സീസണിൽ ബോർഡുമായിട്ട് ഇഷ്യൂ ആയി പോകുന്നു. ജർമ്മൻ നാഷണൽ ടീമിൽ ഒരു ഫെയിലിയറാണ്. അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് വളരെ ഫെയിലിയറാണ്. സോ നെക്സ്റ്റ് ബാർസലോണയിലോട്ടുള്ള മൂവും ഒരു ഫെയിലിയർ ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയറിനെ ബാധിക്കും. അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് മാർക്കായിരിക്കും. ഇപ്പം പലരും അദ്ദേഹത്തെ ഹൈലി റിഗാർഡ് ചെയ്യുന്നുണ്ട്. സോ ജർമ്മൻ നാഷണൽ ടീം ജോബ് ഒരു ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല മെയിൻലി എന്നാണ് മെയിനായിട്ടും കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നത്. സോ കാരണം അദ്ദേഹം ബയൺ മ്യൂണിക്കിൽ അത്രയ്ക്കും നല്ലൊരു ഡ്യൂട്ടിയാണ് ചെയ്തത്. ഈവൻ അദ്ദേഹം പോയ ആ സീസണിലും വളരെ അത്ര ഇഞ്ചറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹം വളരെ സൂപ്പർബായിട്ട് തന്നെ ടീമിനെ മുന്നോട്ട് നയിച്ചിരുന്നു. സോ ഹാൻസി ഫ്ലിക്ക് ഈ മൂവ് നടത്തുമെന്നും വെയിറ്റ് ചെയ്യണം. ഈവൻ എനിക്കൊന്ന് ലിവർപൂൾ വല്ലതും പ്രപ്പോസലോട്ട് വരുവാണെങ്കിൽ അദ്ദേഹത്തിന് സേഫറായിട്ടുള്ള ജോബ് ഡെഫിനറ്റ്ലി ലിവർപൂൾ ആയിരിക്കും. കാരണം ബാർസലോണയിലോട്ട് ഏത് കോച്ചാണ് വരുന്നതെങ്കിലും വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കും. സോ മേ ബി ഒരു കരിയർ ഡിഫൈനിങ് മൂവ് ഫോർ എ മാനേജർ ആയിരിക്കും നെക്സ്റ്റ് ബാർസലോണയിലോട്ട് വരുന്ന ഏതൊരു കോച്ചിൻ്റെ ആണെങ്കിലും. കാരണം ഫ്ലോപ്പ് ആയാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത് എപ്പോഴും കാണും. ഇപ്പം അതങ്ങനെയാണ്. ഇപ്പം ഈ സാവിയുടെ കരിയറിൽ ഈ ഒരു ബാർസലോണ ജോബിൻ്റെ ഇതൊരു കിടക്കും, അതങ്ങനെയാണ്. അതുപോലെ തന്നെ വന്നൊന്ന് സക്സസ് ആയാൽ ഒരു ഒന്നൊന്നര ഇമ്പാക്റ്റ് ആയിരിക്കും. നമുക്കറിയാം മീഡിയാസിൽ നിന്ന് കിട്ടാൻ പോകുന്ന പുഷും കൂടാതെ തകർന്ന് തരിപ്പണമാവാൻ കിടക്കുന്ന ഒരു ക്ലബിനെ രക്ഷിക്കുവാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചറും ആയിരിക്കും. സോ ആ ഒരു റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ഏത് കോച്ചാണോ അയാൾ എന്തായാലും ഒരു റിസ്കി മൂവാണ് ഏത് കോച്ചിൻ്റെ ആണെങ്കിലും. ആൻഡ് ഹാൻസി ഫ്ലിക്കിൻ്റെ പേരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും ലിവർപൂൾ ജോബ് എല്ലാം പ്രപ്പോസലായിട്ട് വരുവാണെങ്കിൽ ഹാൻസി ഫ്ലിക്ക് ആണെങ്കിലും വേറെ ഏത് കോച്ചാണെങ്കിലും അതിനായിരിക്കും എന്തുകൊണ്ടും ബാർസലോണയെക്കാളും പ്രയോറിറ്റി കൊടുക്കുക. അതൊരു ഫാക്റ്റാണ്. നമ്മൾ ബാർസലോണ ഫാൻസ് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. കാരണം അറ്റ് ദിസ് മൊമെൻറ്റ് ബാർസലോണയെ ടേക്ക് ചെയ്യുന്നത് വളരെ റിസ്കി ആയിട്ടൊരു മൂവാണ്. സോ അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അഥവാ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയറോ കോച്ചോ റിജക്റ്റ് ചെയ്താലും നമ്മൾ അവരെ പൊങ്കാലിടാതെ നമ്മുടെ സിറ്റുവേഷൻ അതാണെന്ന് മനസ്സിലാക്കി മുന്നേറുക. അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ആൻഡ് ലപ്പോട്ട ബോൾഡായ ഒരു ഡിസിഷൻ എടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ വരേക്കും. ബൈ.